ഹായ് കൂട്ടുകാരെ, പൊന്നീസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുരു ഉത്സവം കാണാനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ ആറാട്ടാണ്. ആറാട്ട് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത് പടിഞ്ഞാറേ നടയാണ്. ഇവിടെ നിന്നാണ് ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഘോഷയാത്ര ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ആനപ്പുറത്ത് പെരുമ്പറ കൊട്ടിക്കൊണ്ട് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ആറാട്ടിന് മറ്റു ക്ഷേത്രങ്ങളിലെ ആറാട്ടിൽ നിന്നും വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിനുള്ളിൽ കൂടിയാണ് ഈ ആറാട്ട് കടന്നു പോകുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പത്മനാഭ സ്വാമി വെളിയിലേക്ക് എഴുന്നള്ളി വരികയാണ്. പത്മനാഭ സ്വാമിക്ക് പുറകിലായി നരസിംഹമൂർത്തിയും ശ്രീകൃഷ്ണനുമാണുള്ളത്. ഈ രണ്ടു ദൈവങ്ങളും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉപദൈവങ്ങളാണ്. ഇത് രണ്ടും മഹാവിഷ്ണുവിന്റെ രണ്ട് അവതാരങ്ങളുമാണ്. ഭഗവാന്റെ കൂടെ രാജാവും വാളും പരിചയമേന്തിയ പരിചാരകരും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവന്മാരും ഈ ആറാട്ടിൽ പങ്കെടുക്കാറുണ്ട്. ആറാട്ട് ഘോഷയാത്ര പടിഞ്ഞാറേ കോട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പടിഞ്ഞാറേ കോട്ട. ഇനി നമ്മൾ നേരെ ഈഞ്ചക്കൽ ബൈപ്പാസ് കടന്നാണ് ശംഖുമുഖത്തേക്ക് പോകുന്നത്. വളരെ മനോഹരമായ ഒരു ഘോഷയാത്രയാണിത്. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നടന്ന് ഏകദേശം എയർപോർട്ടിനടുത്ത് എത്താറായി. പിന്നെ എയർപോർട്ടിനകത്ത് കയറണമെങ്കിൽ നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തരുന്നൊരു പാസ് ഉണ്ട്. ആ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എയർപോർട്ടിനകത്തുകൂടെ ശംഖുമുഖം കടാപ്പുറത്തേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിന്റെ ഗേറ്റിന് മുൻപിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള പാസ് ഉയർത്തി കാണിക്കണം. ആ പാസ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള അന്താരാഷ്ട്ര വിമാനത്താവളമാണിത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടൂ. ക്ഷേത്രത്തിലെ ആറാട്ടുള്ളത് കൊണ്ട് തന്നെ എയർപോർട്ടിൽ ആ സമയത്തുള്ള ഫ്ലൈറ്റുകളെല്ലാം റദ്ദാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഫ്ലൈറ്റൊക്കെ കാണാൻ കഴിയും. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ 4-5 ഫ്ലൈറ്റുകൾ കാണാൻ കഴിഞ്ഞു.
പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും 3 ദൈവങ്ങളാണ് ഈ ആറാട്ടിനുള്ളത്. ബാക്കി ഈ ആനയുടെ മുകളിൽ തിടം ഏറ്റി വന്നിരിക്കുന്ന ദൈവങ്ങൾ മറ്റു പല ക്ഷേത്രത്തിൽ നിന്നും വന്നവയാണ്. ഒന്ന്, ഇരവിപെരൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനും, തമലം ക്ഷേത്രത്തിലെ ത്രിവിക്രമ ഭഗവാനും, ശ്രീവരാഹം ക്ഷേത്രത്തിലെ വരാഹമൂർത്തിയും, തൃപ്പാദപുരം ക്ഷേത്രത്തിലെ തൃപ്പാദപുരത്തപ്പനുമാണ് ഈ ഘോഷയാത്രയുടെ കൂടെ ഉള്ളത്. ഇതിപ്പോൾ പൈങ്കുനി ഉത്സവമാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് തൃപ്പാദപുരത്തപ്പൻ വന്നത്. ഇനി അൽപ്പശി ഉത്സവത്തിന് തിരുവല്ലം പരശുരാമ സ്വാമിയാണ് ആറാട്ടിനൊപ്പം വരുന്നത്. നമ്മളിതാ എയർപോർട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാറായി നല്ലൊരു പിങ്ക് കളറിലൊക്കെ ആയി വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ എയർപോർട്ട് പണിയുന്നതിനു മുൻപ് ഇതേ വഴിയിൽ കൂടി തന്നെയാണ് മുൻപ് പത്മനാഭന്റെ ആറാട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എയർപോർട്ട് ഉണ്ടായിട്ട് പോലും അവർ പണ്ടുള്ളതുപോലെ തന്നെ ആ വഴിയിൽ കൂടെ ആറാട്ടിനായി പോകുന്നത്. ആറാട്ട് എയർപോർട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി ശംഖുമുഖം കടപ്പുറത്ത് വെച്ചുള്ള ചടങ്ങുകളാണ് ബാക്കിയുള്ളത്. എയർപോർട്ടിനുള്ളിലൂടെ ആറാട്ടിനോടൊപ്പം ശംഖുമുഖം കടൽ തീരത്തേക്ക് എത്തിയത്. പക്ഷെ ഞങ്ങൾ ഇവിടെ കടൽപ്പുറത്ത് എത്തിയപ്പോഴേക്കും കണ്ട കാഴ്ച അതിശയകരമായിരുന്നു. ഒരു ജനസമുദ്രം തന്നെയായിരുന്നു ശംഖുമുഖം കടൽ തീരത്തുണ്ടായിരുന്നത്. ആറാട്ടിനായി വന്ന പത്മനാഭ സ്വാമിയെയും മറ്റു ദൈവങ്ങളെയും ഈ കൽമണ്ഡപത്തിൽ കൊണ്ടിരുത്തിയതിനു ശേഷം ആറാട്ടിനായി കടലിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലിൽ നീരാടിയതിനു ശേഷം ഭഗവാൻ തിരിച്ചു വന്ന് മഞ്ഞൾ നീരാട്ട് നടത്തും. ഇതും ഈ ഒരു ആറാട്ടിന്റെ പ്രധാന ചടങ്ങാണ്.
ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. തിരിച്ചും എയർപോർട്ടിനുള്ളിൽ കൂടി തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് ഭഗവാൻ മടങ്ങുന്നത്. അങ്ങനെ ഈ വർഷത്തെ പൈങ്കുനി ആറാട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.